കഴിഞ്ഞ 20 വർഷം ഒരു നാടിന്റെ പേടി സ്വപ്നമായിരുന്ന രാധാകൃഷ്ണൻ എന്ന കൊലയാളിയാനയെ പൂട്ടിയിരിക്കുകയാണ് തമിഴ്നാട് വനംവകുപ്പ്. ഗൂഡല്ലൂരിലെ ഓവാലിയിൽ മാത്രം 12ഓളം മനുഷ്യരുടെ ജീവനെടുത്ത കൊലയാളിയാനയാണ് രാധാകൃഷ്ണൻ. കഴിഞ്ഞ 2 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് 23-ാം തീയതി ഉച്ചയോടെ എല്ലമലയിലെ കുറുമ്പൻ പള്ളത്തിൽ മരത്തിനു മുകളിൽ കെട്ടി ഏറുമാടത്തിൽ നിന്ന് വനംവകുപ്പ് ഡോക്ടർമാരുടെ സംഘം രാധാകൃഷ്ണനെ മയക്കുവെടി വെച്ച് തളച്ചത്. ആദ്യത്തെ മയക്കുവെടിയിൽ കാര്യമായ മാറ്റമുണ്ടാകാതെ വന്നതോടെ 4 പ്രാവശ്യം മയക്കുവെടി വെച്ചാണ് ആനയെ ശാന്തനാക്കിയത്. ആദ്യത്തെ മയക്കുവെടിയിൽ അല്പദൂരം മുന്നോട്ടോടിയ രാധാകൃഷ്ണനെ 4ഓളം മയക്കുവെടി വെച്ച ശേഷമാണ് കീഴ്പ്പെടുത്താൻ സാധിച്ചത്. തുടർന്ന് സമീപത്തു തന്നെ ഉണ്ടായിരുന്ന താപ്പാനകൾ കാട്ടാനയെ വളഞ്ഞ് മധ്യത്തിലാക്കി. ഇരുഭാഗത്തും കരുത്തന്മാരായ താപ്പാനകൾ നിലയുറപ്പിച്ചതോടെ രാധാകൃഷ്ണൻ എന്ന കൊലയാന നിയന്ത്രണത്തിലായി. തുടർന്ന് പാപ്പാന്മാരുടെ സംഘം ആനയെ വടം കെട്ടി ബന്ധിച്ചു. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം കാട്ടാനയെ നടത്തി നേരത്തെ തയ്യാറാക്കിയിരുന്ന ലോറിയുടെ അടുത്തെത്തിച്ചു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കിയ ഭാഗത്തേക്ക് ലോറി ഇറക്കി ആനയെ കയറ്റാനുള്ള ക്രമീകരണം നേരത്തെ നടത്തിയിരുന്നതിനാൽ അധികം ബുദ്ധിമുട്ടുകൂടാതെ ആനയെ ലോറിയിൽ കയറ്റാൻ സാധിച്ചു. വലിയ ബലപ്രയോഗമൊന്നും നടത്താതെയാണ് രാധാകൃഷ്ണനെ ലോറിയിൽ കയറ്റിയത്. ലോറിയിൽ കയറ്റിയ ആനയെ രാത്രിയോടെ മുതുമല കടുവാ സങ്കേതത്തിലെ അഭയാരണ്യ മാനപ്പന്തിയിൽ പുതിയതായി നിർമ്മിച്ച ആനക്കൊട്ടിലേക്ക് മാറ്റി. കാട്ടാനയുമായി പുറപ്പെട്ട ലോറി കടന്നുപോകുന്ന വഴിയിൽ വൈദ്യുത ലൈനുകൾ ഓഫാക്കി സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. ആനക്കൊട്ടിലിൽ തളച്ച കാട്ടാനയുടെ ആരോഗ്യനില പരിശോധിച്ചു. ആന ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മുതുമല കടുവാ സങ്കേതത്തിലെ ഉൾക്കാട്ടിൽ റേഡിയോ കൂളർ ഘടിപ്പിച്ച് സ്വതന്ത്രനാക്കുക. കൊലയാളി രാധാകൃഷ്ണൻ എന്ന ആനയെ പിടികൂടുന്നതിനായി തേപ്പക്കാട് ആനപ്പന്തിയിൽ നിന്ന് 4 താപ്പാനകളെ എല്ലമലയിൽ എത്തിച്ചിരുന്നു. ആനയെ മയക്കുവെടി വെച്ച് തളയ്ക്കുന്നതിനുള്ള സ്പെഷ്യൽ ടീമംഗങ്ങളടക്കം 60 പേരാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത്. ഈ കാട്ടാന 12 പേരെയാണ് ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അവസാനമായി ബാർവുഡിലെ കമ്പനിത്തോട്ടത്തിലെ ജീവനക്കാരനായിരുന്ന മണിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയതോടെ കാട്ടാനയെ പിടികൂടണമെന്ന് നാട്ടുകാർ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. ആനയുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയതോടെ ഓവാലി മക്കൾ ഇയക്കം സംഘടനയുടെ നേതൃത്വത്തിൽ ചെന്നൈയിലെത്തി വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ നേരിൽ കണ്ടിരുന്നു. തുടർന്നാണ് കാട്ടാനയെ പിടികൂടാൻ കഴിഞ്ഞ 15-ന് ഉത്തരവ് ലഭിച്ചത്. 16 മുതൽ കാട്ടാനയെ പിടികൂടാനുള്ള സന്നാഹങ്ങൾ ഒരുക്കി തുടങ്ങിയിരുന്നു. കാട്ടിൽ കയറാതെ നാട്ടിൽ തന്നെയാണ് രാധാകൃഷ്ണൻ മേഞ്ഞിരുന്നത്. 20 വർഷമായി നാട്ടുകാരുടെ പേടി സ്വപ്നമായിരുന്നു ഈ കാട്ടാന.